മറ്റൊരു പ്രധാന വാർത്ത തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്. ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45 ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നത്. നിലവിൽ നിശ്ചയിച്ചതിനേക്കാളും 3 മണിക്കൂർ വൈകിയാണ് ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നത്. ഹമാസ് 3 ബന്ദികളെ അവിടുത്തെ പ്രാദേശിക സമയം 4 മണിയോടുകൂടി മോചിപ്പിക്കുകയും ചെയ്യും. സഹൽ സി മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. സഹൽ, ഇന്ന് മോചിപ്പിക്കുന്ന 3 പേരുടെ പേര് വിവരങ്ങളടക്കം പുറത്തുവിടാത്തതാണ് അവസാന നിമിഷം ഒരു ഇസ്രയേലിൽ അതൃപ്തി ഉണ്ടാക്കിയത്. ഇപ്പോൾ എന്തായാലും ഒരാശ്വാസമാണ്. അപ്പോൾ ഇനി മോചനമടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? പ്രാദേശിക സമയം 4 മണിക്ക് ബന്ദികളെ പരസ്പരം കൈമാറും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേലിലെ ഏറ്റവും വലിയ മെഡിക്കൽ സെന്ററായ ഷെയ്ബ മെഡിക്കൽ സെന്ററിലേക്കായിരിക്കും 3 വനിതകളെയും കൊണ്ടുപോവുക. 3 പേരും ഇസ്രായേൽ പൗരത്വമുള്ളവരാണ്. ഒരാൾ റൊമേനിയൻ വേരുകളും ഒരാൾ ബ്രിട്ടീഷ് വേരുകളുമുള്ള ആളുകളാണ്. ഇവരെയാണ് ഇപ്പോൾ ഇന്ന് കൈമാറുക. പകരം 95 പലസ്തീൻ തടവുകാരെ കൈമാറും. എന്തായാലും ആശ്വാസത്തിന്റെ വാർത്തയാണ് ഇതുവരെയും പുറത്തു വന്നിരിക്കുന്നത്.